ഹായ്, എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് BNSൻ്റെ 7ാമത്തെ മോക്ക് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 മോക്ക് ടെസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണണം, കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഓരോ വീഡിയോയും ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, BNS ഏത് വകുപ്പ് പ്രകാരമാണ് കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യ ശ്രമം ശിക്ഷാർഹമാക്കിയിരിക്കുന്നത്? ഓപ്ഷൻസ്: സെക്ഷൻ 109, ഓപ്ഷൻ ബി സെക്ഷൻ 110, ഓപ്ഷൻ സി സെക്ഷൻ 108, ഓപ്ഷൻ ഡി സെക്ഷൻ 100. ഏതാണ് ശരിയായ ആൻസർ? ഓപ്ഷൻ ബി സെക്ഷൻ 110 ആണ് എന്ത് പറയുന്നത്? കുറ്റകരമായ നരഹത്യ നടത്താനുള്ള ശ്രമത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 110 ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ നോക്കിയാലോ. 109 എന്താണ് പറയുന്നത്? 109 പറയുന്നത് വധശ്രമത്തെക്കുറിച്ചാണ് അല്ലേ പറയുന്നത്? വധശ്രമത്തെക്കുറിച്ചാണ് 109 പറയുന്നത്. 110 നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? കുറ്റകരമായ നരഹത്യ നടത്താനുള്ള ശ്രമമാണ്. 108 പറയുന്നത് ആത്മഹത്യ പ്രേരണയെക്കുറിച്ചാണ് പറയുന്നത്. ആത്മഹത്യ പ്രേരണയെക്കുറിച്ചാണ് 108 പറയുന്നത്. അതുപോലെ തന്നെ 100 പറയുന്നത് ഏതാണ്? കുറ്റകരമായ നരഹത്യയെക്കുറിച്ചാണ് 100 പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കുകയല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. BNS സെക്ഷൻ 111(2) പ്രകാരം ഒരു സംഘടിത കുറ്റകൃത്യം ഏതെങ്കിലും വ്യക്തിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ കുറ്റവാളിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷയും പിഴയും എത്രയാണ്? രണ്ടാമത്തെ ചോദ്യമാണ്. BNS സെക്ഷൻ 111(2) പ്രകാരം ഒരു സംഘടിത കുറ്റകൃത്യം ഏതെങ്കിലും വ്യക്തിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ കുറ്റവാളിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷയും പിഴയും എത്രയാണ്? ഓപ്ഷൻ സി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ഒപ്പം 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ പഠിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താ? 111 സെക്ഷൻ 111 എന്താണ് പറയുന്നത്? സെക്ഷൻ 111 പറയുന്നത് സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ്. 111 പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് 111(2) രണ്ട് ശിക്ഷകളാണ് പറയുന്നത് അല്ലേ. 111(2) പറയുന്നത് സംഘടിത കുറ്റകൃത്യം ചെയ്ത ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് 111(2) പറയുന്നത്. 111(3) പറയുന്നത് എന്താണ്? 111(3) പറയുന്നത് എന്താണ്? അതായത് സംഘടിത കുറ്റകൃത്യത്തിന് സഹായിക്കുന്ന വ്യക്തിക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് 111(3) പറയുന്നത്. 111(2) പറയുന്നത് സംഘടിത കുറ്റകൃത്യം ചെയ്ത ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. സഹായിച്ച വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് 111(3) അങ്ങനെ ചെയ്യുന്ന ആൾക്ക് എത്രയാണ് തടവ് ലഭിക്കുക? 5 വർഷം മുതൽ ജീവപര്യന്തം തടവായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ 5 ലക്ഷം രൂപ കുറയാത്ത പിഴയും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം, ചോദ്യപേപ്പർ വിൽക്കൽ, അതുപോലെ തന്നെ പോക്കറ്റടി, ATM മോഷണം എന്നിവ ഒരു സംഘമായി ചെയ്യുന്നത് BNS സെക്ഷൻ 112 പ്രകാരം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നത് വകുപ്പ് ഏതാണ്? വകുപ്പ് 112 ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങളെ പറയുന്നത്. ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വാഹനത്തിൽ നിന്നുള്ള മോഷണം, അതുപോലെ തന്നെ തന്ത്രപരമായ മോഷണം, അതുപോലെ തന്നെ ചോദ്യപേപ്പർ വിൽക്കൽ, അതുപോലെ തന്നെ പോക്കറ്റടി, ATM മോഷണം, ഇതൊക്കെയാണ് ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങളായിട്ട് 112 പ്രകാരം പറയുന്നത്. അപ്പോൾ ഇതിനുള്ള തടവ് അല്ലെങ്കിൽ ശിക്ഷ എത്രയാണ്? ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും 1 വർഷത്തിൽ കുറയാത്തതും അതുപോലെ തന്നെ 7 വർഷം വരെ നീളാവുന്നതുമായ ശിക്ഷയാണ് ലഭിക്കുക. അവിടെ പറയുന്നുണ്ടല്ലോ, സെക്ഷൻ 112 പറയുന്നുണ്ട് ഇതിനുള്ള ശിക്ഷ 1 വർഷം മുതൽ 7 വർഷം വരെ നീളാവുന്ന തടവും പിഴയുമാണ്. നാലാമത്തെ ചോദ്യം നോക്കാം. വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ നിർമ്മിച്ച് പ്രചരിക്കുന്നത് വഴി ഇന്ത്യയുടെ പണസ്ഥിരത തകർക്കാൻ ശ്രമിക്കുന്ന പ്രവൃത്തിയെ BNSലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഭീകരപ്രവർത്തനമായി നിർവചിച്ചിരിക്കുന്നത്? ഏതാണ്? ഭീകരപ്രവർത്തനത്തെ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്ന BNSലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 113. ഓക്കെ അല്ലേ? ഇതിൽ പഠിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 113(2) പഠിക്കണം. എന്താണ് 113(2) പറയുന്നത്? 113 ഭീകരവാദത്തിന് അല്ലെങ്കിൽ തീവ്രവാദത്തിനുള്ള
കുറിച്ചാണ്, തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. 113(2) പറയുന്നത് അതിനുള്ള ശിക്ഷയാണ് പറയുന്നത്. ഓക്കെ, ശിക്ഷ എന്ന് പറയുന്നത് എന്താ, എത്രയാണ്? 5 മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ഉണ്ടായിരിക്കും. പ്ലസ് എന്തായിരിക്കും, പിഴയും വരും. അതുപോലെ തന്നെ ഈ ഭീകരപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിൽ മരണം സംഭവിച്ചാലോ ശിക്ഷ മാറ്റാണ്ട്. ശിക്ഷ എത്രയാണ്? അത് ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ അല്ലെങ്കിൽ മരണശിക്ഷ പ്ലസ് ജീവപര്യന്തം വരെ ലഭിക്കും, പ്ലസ് പിഴയും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും. അപ്പോൾ 113 പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. 113(2) അതിനുള്ള ശിക്ഷയെ പറയുന്നു. ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 5 മുതൽ ജീവപര്യന്തം വരെ തടവാണ് ശിക്ഷ, ഒപ്പം പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും. ഈ പ്രവർത്തനത്തിനിടയിൽ എന്തെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയായിരിക്കും, അല്ലെങ്കിൽ ജീവപര്യന്തം തടവായിരിക്കും, ഒപ്പം എന്തുണ്ടായിരിക്കും, പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും. 5-ാമത്തെ ചോദ്യം, ഒരാൾക്ക് ശാരീരികമായ വേദനയോ രോഗമോ ബലഹീനതയോ ഉണ്ടാകുന്ന പ്രവൃത്തിയെ BNSലെ ഏത് വകുപ്പിലാണ് സാധാരണ ദേഹോപദ്രവം ആയി നിർവചിച്ചിരിക്കുന്നത്? സാധാരണ അല്ലെങ്കിൽ ദേഹോപദ്രവത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 114 അല്ലേ? സെക്ഷൻ 114 ദേഹോപദ്രവത്തെക്കുറിച്ച് പറയുന്നത്. ഇതിന് ഓപ്ഷൻസുള്ള സെക്ഷൻസൊക്കെ നോക്കിയാലോ. സെക്ഷൻ 113 എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചാണ് സെക്ഷൻ 113 പറയുന്നത്. 111 എന്താണ്? 111 സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ് 111 പറയുന്നത്. 112 എന്താണ്? ചെറിയ സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ് 112 പറയുന്നത്. ഇത് സെക്ഷൻസ് എല്ലാം നമ്മൾ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ 114 പറയുന്നത് ദേഹോപദ്രവത്തെക്കുറിച്ചാണ്, 113 പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചാണ്, 111 പറയുന്നത് സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ്, 112 പറയുന്നത് ചെറിയ സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ്. 6-ാമത്തെ ചോദ്യം, മാരക ആയുധങ്ങളോ തീയോ വിഷമോ ഉപയോഗിച്ച് സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന കുറ്റത്തിന് BNS സെക്ഷൻ 118(1) പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? ഓപ്ഷൻ ബി 3 വർഷം വരെ ആകാവുന്ന തടവോ 20,000 രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ. അപ്പോൾ സെക്ഷൻ 118 ഓർത്ത് വെക്കണം. എന്താണ് സെക്ഷൻ 118? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സെക്ഷൻ 118 പറയുന്നത് നമ്മൾ മാരക ആയുധങ്ങളാലോ മറ്റ് മാർഗങ്ങളിലൂടെയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 118 പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവോ 20,000 രൂപ പിഴയോ, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കും. 118 ഓർക്കുക. 7-ാമത്തെ ചോദ്യം, എക്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റകൃത്യം സമ്മതിപ്പിക്കുന്നതിനായിട്ട് വൈ എന്ന പ്രതിയെ ശാരീരികമായി പീഡിപ്പിക്കുന്നു. BNS സെക്ഷൻ 120(1) പ്രകാരം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എത്രയാണ്? അതായത് എക്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ആ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കുറ്റകൃത്യം സമ്മതിപ്പിക്കുന്നതിനായിട്ട് വൈ എന്ന പ്രതിയെ ശാരീരികമായി പീഡിപ്പിക്കുന്നു. BNS സെക്ഷൻ 120 പ്രകാരം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തെറ്റാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിനുള്ള ശിക്ഷ എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയാണ്? സെക്ഷൻ 120 എന്താണ് പറയുന്നത്? സെക്ഷൻ 120 പറയുന്നത് കുറ്റസമ്മതം നടത്താനോ അല്ലെങ്കിൽ സ്വത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കലോ അതുപോലെ തന്നെ ഉപദ്രവിക്കലിനെ കുറിച്ചാണ് സെക്ഷൻ 120 പറയുന്നത്. ഓക്കെ, അതിനുള്ള കുറ്റം അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്, ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം വരെ തടവും പിഴയുമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 8-ാമത്തെ ചോദ്യം നോക്കാം. ഒരു പൊതുപ്രവർത്തകൻ തൻ്റെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി അയാളെ സ്വമേധയാ ഉപദ്രവിക്കുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 121. സെക്ഷൻ 121 എന്താണ് പറയുന്നത്? പൊതുപ്രവർത്തകനെ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കുകയോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്യുക. ഓക്കെ, അതിനെക്കുറിച്ചാണ് സെക്ഷൻ 121 പറയുന്നത്. അതിൻ്റെ ശിക്ഷ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണ്? 121 1 ഉണ്ട്, അതുപോലെ തന്നെ 121 2 ഉണ്ട്. 121 1 എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ ഉപദ്രവിക്കുകയോ അവരുടെ ചുമതലകൾ നിറവേറ്റുന്നതിൽ നിന്ന് അവരെ തടയാൻ ശ്രമിക്കുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷം വരെ തടവാണ്. 5 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴ ശിക്ഷയുമാണ് ലഭിക്കുക. എന്നാൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഗുരുതരമായിട്ട് ഉപദ്രവിച്ചാലോ, സാധാ ഉപദ്രവമാണെങ്കിൽ 5 വർഷം പ്ലസ് പിഴയാണ്. ഗുരുതരമായിട്ട് ഉപദ്രവിച്ചാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 1 വർഷം മുതൽ 10 വർഷം വരെയുള്ള തടവ് ലഭിക്കും, പ്ലസ് പിഴ ശിക്ഷയും ലഭിക്കും. ഓക്കെ അല്ലേ? ഇതാണ്
121 പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. 121 ഒന്നും ഉണ്ട്, രണ്ടും ഉണ്ട്. 121 എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഉപദ്രവം സംഭവിക്കുകയാണെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകന് നോർമലായിട്ടുള്ള ഉപദ്രവം സംഭവിക്കുകയാണെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം വരെ തടവും പ്ലസ് പിഴയുമാണ്. എന്നാൽ 121 പറയുന്നത് ആ വ്യക്തിക്ക് ഗുരുതരമായിട്ട് ഉപദ്രവം കിട്ടിയാൽ ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം മുതൽ 10 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷയും ഒപ്പം പിഴ ശിക്ഷയും ലഭിക്കും. അപ്പോൾ അടുത്ത ചോദ്യം നോക്കല്ലേ. 9ാമത്തെ ചോദ്യം ജോലിയിലുണ്ടായിരുന്ന ഒരു ഡ്യൂട്ടി ഡോക്ടറെ രോഗിയുടെ ബന്ധുക്കൾ ആക്രമിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. BNS സെക്ഷൻ 121(2) പ്രകാരം പ്രതികൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞു അല്ലേ. 8ാമത്തെ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞതാണ്. 121(2) പറഞ്ഞു. എത്രയായിരുന്നു? 1 വർഷം മുതൽ 10 വർഷം വരെ തടവും പിഴയും. സിമ്പിളായിട്ട് കിട്ടും. 10ാമത്തെ ചോദ്യം A എന്ന വ്യക്തി മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ Bയുടെ മുഖത്തേക്ക് ആസിഡ് എറിയുകയും തന്മൂലം Bയുടെ മുഖത്തിന് സ്ഥിരമായ വൈരൂപ്യം സംഭവിക്കുകയും ചെയ്യുന്നു. BNS സെക്ഷൻ 124(1) പ്രകാരം കുറ്റക്കാരനായ Aക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഓക്കെ, എന്താണ് പറയൂ. ഓപ്ഷൻ C ആണ് അല്ലേ. 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ് ലഭിക്കുക. 124(1) എന്താണ് പറയുന്നത്? 124(1) പറയുന്നത് ആസിഡ് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സ്വമേധയാ കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 124(1) പറയുന്നത്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന ശിക്ഷയും ഒപ്പം പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും. ഈ പിഴ ശിക്ഷ എന്തിനു ഉപയോഗിക്കും? അതായത് ആസിഡാക്രമണത്തിന് ഇരയായ വ്യക്തിക്ക് ഈ പിഴ തുക കൊടുക്കണം, അങ്ങനെയാണ് പറയുക. ആ വ്യക്തിയുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ആ തുക ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, 124(1) പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. 124(1) നമ്മൾ പഠിച്ചു. അതിനൊപ്പം കണക്ട് ചെയ്തിട്ട് 124(2) പഠിക്കാം. രണ്ടും സെയിം സാധനമാണ്. എന്താണ്? ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് 124(2) പറയുന്നത്. 124(1) പറയുന്നത് ആസിഡ് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 124(1) പറയുന്നതെങ്കിൽ 124(2) പറയുന്നത് ആസിഡ് വലിച്ചെറിയാൻ വലിച്ചെറിയുക ഇതിനെക്കുറിച്ചിട്ടാണ് 124(2) പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും? ഉപദ്രവിക്കുന്ന അത്ര ശിക്ഷ ഉണ്ടായിരിക്കുമോ? ഇല്ല. ഉപദ്രവിച്ചാലുള്ള ശിക്ഷ നമ്മൾ പറഞ്ഞു എത്രയാണ്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ് എന്താണ് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ. വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ് അറിയാവോ? 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള തടവും അതുപോലെ തന്നെ പിഴയുമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ 124(1) പഠിച്ചു വയ്ക്കുക, 124(2) പഠിച്ചു വയ്ക്കുക. 124(1) എന്ന് പറയുന്നത് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. 124(2) എന്ന് പറയുന്നത് ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ അതുപോലെ തന്നെ വലിച്ചെറിയുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് 124(2) പറയുന്നത്. 11ാമത്തെ ചോദ്യം നോക്കാം. ഒരാൾക്ക് കഠിനമായ ദേഹോപദ്രവമോ വൈകല്യമോ വരുത്തണമെന്ന ഉദ്ദേശത്തോടെ അയാളുടെ നേരെ ആസിഡ് എറിയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആസിഡ് വലിച്ചെറിയുകയോ ചെയ്യുന്ന വ്യക്തിക്ക് BNS സെക്ഷൻ 124(2) പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? ഇപ്പോൾ പറഞ്ഞ ചോദ്യം അല്ലേ. ഇപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ വരുന്ന സംഭവമാണത്. 124(2) നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് 124(2)ൻ്റെ ആൻസർ? അല്ലെങ്കിൽ സെക്ഷൻ ഏതാണ് ശിക്ഷ കൊടുക്കുന്നത്? 5 വർഷത്തിൽ ഓപ്ഷൻ C ആണ്. ഏതാണ്? 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷത്തോളം ആകാവുന്ന തടവും പിഴയുമാണ് ലഭിക്കുക. ഓക്കെ അല്ലേ? 124(2). 124(1) പഠിക്കുക, 124(2) പഠിക്കുക. 124(1) പറയുന്നത് എന്താണ്? ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ. 124(2) ഓർത്ത് വയ്ക്കുക. എന്താണ്? ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 12ാമത്തെ ചോദ്യം നോക്കാം. X എന്ന ഡ്രൈവർ പൊതുനിരത്തിലൂടെ മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ അതീവ അശ്രദ്ധയോടെയും ഉപേക്ഷപൂർവ്വവും വണ്ടി ഓടിക്കുന്നു. ഭാഗ്യത്തിന് ആർക്കും പരിക്കേറ്റില്ല. BNS സെക്ഷൻ 125ൻ്റെ ആദ്യ ഭാഗം പ്രകാരം ജീവന് അപകടമുണ്ടാക്കുന്ന പ്രവൃത്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? എന്താണ് സെക്ഷൻ 125 പറയുന്നതെന്ന് അറിയണം. എന്താണ് 125 പറയുന്നത്? ജീവനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുന്ന കൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 125 പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും എത്രയാണ് ശിക്ഷ ലഭിക്കുക? 3 മാസം വരെ ആകാവുന്ന തടവോ 2500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയാണ് ലഭിക്കുക. സെക്ഷൻ 125 ഓർത്ത് വയ്ക്കുക. അതിനുള്ള
ശിക്ഷയും ഓർത്തു വയ്ക്കുക. ശിക്ഷ എത്രയാണ്? 3 മാസം വരെയാകാവുന്ന തടവോ 2500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ലഭിക്കും. 13ാമത്തെ ചോദ്യം നോക്കുകയല്ലേ. 13ാമത്തെ ചോദ്യം, ഒരാൾ തൻ്റെ വലിയ വളർത്തുനായെ അശ്രദ്ധമായി പൊതുവഴിയിൽ അടിച്ചുവിടുകയും അത് കാരണം വഴിപോക്കനായ ഒരാൾക്ക് വീണ് കഠിനമായ ദേഹോപദ്രവം സംഭവിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം ഉപേക്ഷപൂർവ്വം പ്രവർത്തിച്ച് കഠിനമായ പരിക്കേൽപ്പിച്ചതിന് BNS സെക്ഷൻ 125B പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ബി 3 വർഷം വരെയാകാവുന്ന തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കും. ഓക്കെ അല്ലേ? 125B ഓർത്ത് വയ്ക്കുക. കഠിനമായ ദേഹോപദ്രവമാണ് കേട്ടോ ഏൽപ്പിക്കുന്നത്, പരിക്കേൽപ്പിക്കുന്നത് കഠിനമായ ദേഹോപദ്രവമാണ്. അതിനുള്ള ശിക്ഷയാണ് 3 വർഷം വരെയാകാവുന്ന തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കും. സെക്ഷൻ 125B ആണ്. എന്നാൽ നോർമലായിട്ടുള്ള ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ ശിക്ഷ എത്രയാണ്? ശിക്ഷ 6 മാസം വരെയാകാവുന്ന തടവ് ശിക്ഷയോ 5,000 രൂപ വരെ പിഴയോ ആണ് ലഭിക്കുക, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കും. ഓക്കെ അല്ലേ? അത് 125A പറയുന്നത്. ഇത് 125Bയിലാണ് കഠിനമായ ദേഹോപദ്രവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കഠിനമായി പരിക്കേൽപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് 125Bയിലാണ്. ഓക്കെ, നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ അടിച്ചാലോ? പ്രധാനപ്പെട്ട സെക്ഷൻസൊക്കെ ഒന്ന് റിവിഷൻ അടിച്ചാലോ? ഓക്കെ, 124(1) നമ്മൾ പഠിച്ചു. എന്താണ് 124(1) പറയുന്നത്? ആസിഡ് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അല്ലെങ്കിൽ മുഖത്തേക്ക് ഒഴിച്ചിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 124(1) പറഞ്ഞത്. 124(2) എന്തായിരുന്നു? 124(2) എന്ന് പറയുന്നത് വലിച്ചെറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വലിച്ചെറിയുക ചെയ്യുന്നതിനെ കുറിച്ചാണ് 124(2) പറയുന്നത്. 114 എന്തായിരുന്നു? ദേഹോപദ്രവത്തെക്കുറിച്ചാണ് 114 പറയുന്നത്. 116 കഠിനമായ ദേഹോപദ്രവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ 118 പഠിച്ചു അല്ലേ? 118 എന്തായിരുന്നു? മാരകമായ ആയുധങ്ങളാലോ മറ്റ് മാർഗങ്ങളിലൂടെയോ സ്വമേധയ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 118 പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. 14ാമത്തെ ചോദ്യം നോക്കാം. ബി എന്ന വ്യക്തിക്ക് നിയമപരമായി നടന്നു പോകാൻ അവകാശമുള്ള ഒരു പൊതുവഴി എ എന്നയാൾ ബോധപൂർവം തടസ്സപ്പെടുത്തുന്നു. ആ വഴി തടയാൻ തനിക്ക് യാതൊരു അവകാശവുമില്ലെന്ന് എക്ക് അറിയാമായിരുന്നു. BNS സെക്ഷൻ 126(1) പ്രകാരം എ ചെയ്ത കുറ്റകൃത്യം എന്താണ്? ഓപ്ഷൻ ബി അന്യായമായ തടസ്സപ്പെടുത്തലാണ് അല്ലേ? അതിൻ്റെ സെക്ഷനും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇതിൻ്റെ സെക്ഷൻ എന്താണ്? 126(1) അന്യായമായ തടസ്സപ്പെടുത്തലിനെ കുറിച്ച് പറയുന്നത് 126(1). ഇതിൽ പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, സിമ്പിളാണ് പഠിക്കാൻ. 126(1) നമ്മൾ പഠിച്ചു. 126(2) ഉണ്ട്. അന്യായമായ തടസ്സപ്പെടുത്തുന്നുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ശിക്ഷ എന്താണ്? 1 മാസം, അതുപോലെ തന്നെ 1 മാസമായിരിക്കും ശിക്ഷ ഉണ്ടായിരിക്കുക, തടവ് ഉണ്ടായിരിക്കുക 1 മാസമാണ്, പ്ലസ് ഒരു 5,000 രൂപയും ഉണ്ടായിരിക്കും. ഓക്കെ, 5,000 രൂപയും ഉണ്ടായിരിക്കും. ഇതാണ് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് അത്രേ പഠിക്കാനുള്ളൂ. 126(1) പഠിക്കുക. എന്താണ്? അന്യായമായ തടസ്സപ്പെടുത്തലിനെ കുറിച്ചാണ് പറയുക. ഓക്കെ, പറയുന്നത് 126(2) അതിനുള്ള ശിക്ഷയാണ്. ശിക്ഷ എന്ന് പറയുന്നത് 1 മാസം പ്ലസ് എന്താണ്? 5,000 രൂപയാണ്. ഓക്കെ അല്ലേ? പിന്നെ ഇതിന് പഠിക്കേണ്ടത് അന്യായമായ തടഞ്ഞു വെക്കൽ കണ്ടല്ലോ ഓപ്ഷനിൽ, ഇതിനെക്കുറിച്ചും പഠിക്കണം. ഇതിനെക്കുറിച്ച് ഏതാണ്? 127(1) അന്യായമായ തടഞ്ഞു വെക്കലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 127(2) എന്തായിരിക്കും? അതിനുള്ള ശിക്ഷയായിരിക്കും. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 1 വർഷം വരെ ആകാവുന്ന തടവും പ്ലസ് പിഴയും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ഇതൊന്ന് പഠിക്കാനുള്ളത്. 126(1), 126(2), 127(1), 127(2). 126(1) പറയുന്നത് അന്യായമായ തടസ്സപ്പെടുത്തലിനെ കുറിച്ചിട്ടാണ്. 126(2) എന്ന് പറയുന്നത് അതിനുള്ള ശിക്ഷയാണ്, അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ. എന്നാൽ 127(1) പറയുന്നത് അന്യായമായ തടഞ്ഞു വെക്കലിനെ കുറിച്ചിട്ടാണ്. 127(2) എന്ന് പറയുന്നത് അന്യായമായ തടഞ്ഞു വെക്കലിനുള്ള ശിക്ഷയെക്കുറിച്ചാണ്. പിന്നെ തടഞ്ഞു വെക്കലും തടസ്സപ്പെടുത്തലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. തടസ്സപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പാതയിലേക്കോ അല്ലെങ്കിൽ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് നമ്മൾ തടഞ്ഞു വെക്കുന്നതാണ് തടസ്സപ്പെടുത്തൽ എന്ന് പറയുന്നത്. എന്നാൽ തടഞ്ഞു വെക്കൽ എന്ന് പറയുന്നത് അതല്ല, മീനിങ് മാറ്റമുണ്ട്. ഒരു റൂമിൽ നമ്മൾ അടച്ചിടുക, അത് തടഞ്ഞു വെക്കലിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ കുറേ ദിവസങ്ങൾ അടച്ചിടുക, അത് തടഞ്ഞു വെക്കലിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മൾ റൂമിൽ അടച്ചിട്ടു, നമ്മൾ ആ റൂം തുറന്ന് പുറത്ത് പോകുമ്പോൾ എന്താണ്, വേറൊരു വ്യക്തി നമ്മൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കടിക്കുന്ന തരത്തിലുള്ള കുറച്ച് പട്ടികളെയും നായകളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയാൽ നമ്മൾ അപ്പം സ്പോട്ടിലിരുന്ന് ആ പട്ടികൾ നമ്മളെ ആക്രമിക്കും. സോ ആ സിറ്റുവേഷനൊക്കെ എന്താണ്? തടഞ്ഞു വെക്കലാണ്. നമ്മളൊരു ഭാഗത്ത്
ലോക്കാക്കി വെക്കുക. അതാണ് തടഞ്ഞു വെക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തടസ്സപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വഴിയിലേക്ക് പോവുക, അല്ലെങ്കിൽ പാതയിലേക്ക് അല്ലെങ്കിൽ ദിക്കിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മളെ ഒരു വ്യക്തി തടസ്സപ്പെടുത്തുന്നത്, തടഞ്ഞു വെക്കലിനെ കുറിച്ചാണ് തടസ്സപ്പെടുത്തൽ പറയുക. അന്യായമായ തടസ്സപ്പെടുത്തലും അന്യായമായ തടഞ്ഞു വെക്കലും അങ്ങനെ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ സെക്ഷൻസും ഓർത്ത് വയ്ക്കുക, ശിക്ഷയും ഓർത്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ ഇതൊന്ന് പഠിക്കാനുള്ളത്. 126(1), 126(2), 127(1), 127(2). സെറ്റല്ലേ? 15ാമത്തെ ചോദ്യം നോക്കാം. എ എന്ന വ്യക്തി ബീനെ അടിക്കുമെന്ന ഭാവത്തിൽ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി ബീനെ നേരെ ഓങ്ങുന്നു. താൻ ഒരടി കൊടുക്കാൻ പോവുകയാണെന്ന് ബീനെ വിശ്വസിപ്പിക്കാൻ എക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. ബി എന്ന സെക്ഷൻ 130 പ്രകാരം എ ഇവിടെ ചെയ്ത കുറ്റകൃത്യം എന്താണ്? നമുക്ക് മനസ്സിലാവും അല്ലേ? വായിക്കുമ്പോഴത്തേന് മനസ്സിലാവുന്നുണ്ട്. ഓപ്ഷൻ ബി ആക്രമണം. നമ്മളിതിൽ പഠിക്കേണ്ടത് നമ്മളിതിൽ പഠിക്കേണ്ടത് ഓപ്ഷൻ ബി ആണ്. ആക്രമണമാണ് ശരിയായ ആൻസർ. ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. സെക്ഷൻ ഏതാണ്? 130 ആണ്. ബി എന്ന സെക്ഷൻ 130 ആണ് ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. ഓക്കെ അല്ലേ? 16ാമത്തെ ചോദ്യം. എക്സ് എന്ന വ്യക്തി 14 വയസ്സുള്ള ഒരു കുട്ടിയെ അവൻ്റെ രക്ഷകർത്താവിൻ്റെ അനുവാദമില്ലാതെ വശീകരിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. ബി എന്ന സെക്ഷൻ 137(1)(b) പ്രകാരം എക്സ് ചെയ്ത കുറ്റകൃത്യം എന്താണ്? സിമ്പിളാണ് അല്ലേ? ഓപ്ഷൻ ബി നിയമപരമായ രക്ഷകർത്താവിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകൽ. 137 ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 137(1) പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 137(1)(a) ഉണ്ട്, 137(b) ഉണ്ട്. ബി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിറ്റുവേഷനാണ്. അതായത് നിയമപരമായ രക്ഷകർത്താവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകലാണ് ബി എന്ന് പറയുന്നത്. എന്നാൽ 137(1)(a) പറയുന്നത് എന്താണ്? 137(1)(a) പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ചാണ്. 137(1)(a) പറയുന്നത്. ഓക്കെ അല്ലേ? 137(1)(b) പറയുന്നത് നിയമപരമായ രക്ഷകർത്താവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകലും 137(1)(a) പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകലും. അപ്പോൾ 137(1) ചോദിച്ചാൽ ഏതാണ്? തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ചാണ്. ഇതിൽ എ ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകലും, ഇതിൽ ബി ചോദിച്ചാൽ രക്ഷകർത്താവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നതും. ഓർത്ത് വയ്ക്കുക കേട്ടോ, മാറിപ്പോകരുത്. 17ാമത്തെ ചോദ്യം. പി എന്ന വ്യക്തി ക്യൂ എന്നയാളെ നിർബന്ധിച്ചോ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ കബളിപ്പിച്ചോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു. ബി എന്ന സെക്ഷൻ 138 അല്ലേ? 138 പ്രകാരം പി ചെയ്ത ഈ പ്രവൃത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ബി എന്ന സെക്ഷൻ 138 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആളപഹരണം അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അതായത് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഫാക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് വീഡിയോ പറഞ്ഞു പോകുന്നത്. കൂടുതൽ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സെക്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ യൂസ് ചെയ്യണമെങ്കിൽ റാങ്ക് ഫയൽ നോക്കിയിട്ട് പഠിക്കണം. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പഠിക്കണം. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സെക്ഷൻസ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു സെക്ഷൻ നിന്നിട്ട് ചോദ്യം വരിക, അതാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓരോ സെക്ഷൻസും എന്താണ് ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ശിക്ഷയാണ്. ഓക്കെ, കൺസെപ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ റിയൽ ലൈഫിൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് പഠിച്ചു വയ്ക്കുകയാണ് കൂടുതൽ നല്ലത്. കാരണം ചോദ്യം വരിക എക്സും വൈയും എയും ബിയും ഒക്കെ ആയിട്ടും ചോദ്യം വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് ബേസ് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല ഇംഗ്ലീഷും മാത്സും മലയാളമൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാലേ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുള്ളൂ. അല്ല ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല. ഒപ്പം ബാക്കിയുള്ള സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുക. PYQ ഒക്കെ നന്നായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.